പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. അങ്ങനെ ഒരു ഡ്യൂറൻ കപ്പ് കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും പോയിരിക്കുന്നു. ബംഗളൂരു എഫ്സിയോട് തോറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഡ്യൂറൻ കപ്പിൽ നിന്നും പുറത്തായിരിക്കുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. എന്തായാലും എല്ലാ വട്ടവും ബ്ലാസ്റ്റേഴ്സിന്റെ അന്തകനാകുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരം ജോർജ് പെരേഡസ് ആണ് ഈ വട്ടവും ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നത്. 90 മിനിറ്റ് കഴിഞ്ഞ് 4 മിനിറ്റാണ് ഇഞ്ചുറി ടൈം നൽകിയിരുന്നത്. ആ 4-ാം മിനിറ്റിലാണ് താരം ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോൾ നേടിയിരിക്കുന്നത്. എന്തായാലും നിരാശ പകരുന്ന വാർത്ത, ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഡ്യൂറൻ കപ്പിൽ നിന്നും പുറത്തായിരിക്കുന്നു. പുതിയ പരിശീലകനെയും പുതിയ ഡിഫൻസിനെയും അതുപോലെ തന്നെ പുതിയ താരങ്ങളെയും ഒക്കെ കൊണ്ടുവന്നപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഈ ഡ്യൂറൻ കപ്പെങ്കിലും ബ്ലാസ്റ്റേഴ്സ് നേടുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. എന്നാൽ അതും നഷ്ടമായിരിക്കുന്നു. ഇനി ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സ്വപ്നം കാണാൻ സാധിക്കുന്നത്, അതുപോലെ തന്നെ പ്രതീക്ഷയ്ക്ക് ഒരു വകയുള്ളത് ISL മാത്രമാണ്. അടുത്ത മാസം 13-ാം തീയതി തുടങ്ങുന്ന ISL. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഒരു ഡ്യൂറൻ കപ്പ് കൂടി നഷ്ടമായിരിക്കുകയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നടത്തിയ പ്രകടനത്തെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. മികച്ച പ്രകടനം തന്നെ നടത്തിയെന്ന് വേണം പറയാനായിട്ട്. എന്തായാലും ഗോൾ കീപ്പർ സച്ചിൻ്റെ കാര്യവും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഇന്നത്തെ മത്സരം കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ബ്ലാസ്റ്റേഴ്സിന് സ്ട്രൈക്കറിൻ്റെ കുറവ് നല്ലതുപോലെ അഭാവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഒരു സ്ട്രൈക്കർ ഇല്ലാത്തത് ബ്ലാസ്റ്റേഴ്സിന് നല്ല തലവേദന തന്നെ ആകുന്നുണ്ട്. നോവാ സദോയും അഡ്രിയാൻ ലൂണയും ഇന്ന് മരണക്കളി കളിച്ചിട്ട് പോലും ഒരു ഗോൾ പോലും നേടാനായിട്ട് സാധിച്ചില്ല. എന്തായാലും അവർക്ക് പാസ് കൊടുക്കാൻ പ്രോപ്പറായ ഒരു സ്ട്രൈക്കറില്ല. അതുതന്നെയാണ് ഇപ്പോൾ ഒരു തീരാ ദുഃഖമായി ബ്ലാസ്റ്റേഴ്സിനെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതും. എന്തായാലും പെപ്ര മാത്രം ഉണ്ടായിട്ട് നമുക്ക് കാര്യമില്ല, ഒരു സ്ട്രൈക്കർ കൂടി വേണം. എന്തായാലും ദിമിയുടെ പകരക്കാരനെ ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. കഴിഞ്ഞ സീസണിൽ ദിമി സ്ഥാനത്തുള്ളപ്പോൾ മികച്ച പ്രകടനത്തിലൂടെ ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോയതാണ്. എന്തായാലും ദിമിയുടെ പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് ഉടൻ കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു ഡ്യൂറൻ കപ്പ് കൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യെ കലത്ത് നിന്നും നഷ്ടമായിരിക്കുന്നു.